ലാസർ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബഥാനിയിലുള്ള ആ കുടുംബത്തെ സ്നേഹിച്ചവരൊക്കെ വീട്ടിൽ വന്നു. ആ വീട്ടിൽ ധാരാളം പേര് വന്നതല്ല എന്തിനാണെന്നറിയാമോ? ലാസറേ, മറിയേ, മാർത്തേ, കരയണ്ട കേട്ടോ, നീ ഭാരപ്പെടണ്ട, നീ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങൾ കൂടെ ഉണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടി വരാം. ചിലർ പറഞ്ഞു കാണും, ഇനി എങ്ങനെ ഇവർ ജീവിക്കും? അപ്പോൾ കുറേ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാനും ആശ്വസിപ്പിക്കാനും ഒക്കെയാണ് വന്നേ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ 14ാമത്തെ ദിവസം എൻ്റെ അമ്മ മരിച്ച് അമ്മയുടെ ഡെഡ് ബോഡി വീട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ പ്രിയമുള്ളവരൊക്കെ വന്നിട്ട് പറഞ്ഞു, മോനെ കുഴപ്പമില്ല മോനെ, പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. പറഞ്ഞിട്ട് പോയതല്ലാതെ ഇന്നുവരെ കണ്ടിട്ടില്ല ആരെയും. സ്തോത്രം. പറഞ്ഞിട്ട് പോയതല്ലാതെ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. അതുപോലെ ഒത്തിരി പേര് പറയാൻ വന്നു. എന്നാൽ യേശു അവിടെ വന്നത് മറിയെ, മാർത്തേ, കരയണ്ട എന്ന് പറയാനല്ല, അവരുടെ കുറവുകൾ മനസ്സിലാക്കി, അവരുടെ ആവശ്യം മനസ്സിലാക്കി, അവരുടെ ഇല്ലായ്മകൾ മനസ്സിലാക്കി, അവരുടെ ശൂന്യതകൾ മനസ്സിലാക്കി, അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി, അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി. ഒരാശ്വാസത്തിൻ്റെ വാക്ക് പറയാനല്ല വന്നത്, അവരുടെ ആവശ്യത്തിൻ്റെ മറുപടിയായി ലാസറിനെ മടക്കി കൊടുക്കാനാണ് വന്നത്. മനസ്സിലാകുന്ന എത്ര പേരിവിടെ വന്നിട്ടുണ്ട്? എൻ്റെ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. വന്നത് എന്തിനാണെന്നറിയാമോ? സഹോദരി, ഭാരപ്പെടണ്ട എന്ന് പറയാനല്ല, മോനെ നീ ദുഃഖിക്കണ്ട, ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല. നിന്റെ പോരായ്മകൾ മനസ്സിലാക്കി, നിന്റെ ഇല്ലായ്മകൾ മനസ്സിലാക്കി, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി അവൻ നിന്റെ ശൂന്യതകളെ നികത്താൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ കർത്താവിൻ്റെ കൃപയും കരുണയും അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ലോകത്തിലെ മനുഷ്യർക്കെല്ലാം വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം, അവർക്ക് കഴിയുന്നതൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നു വരാം. എന്നാൽ ചില കുറവുകളെ നികത്താൻ ലോകത്തിലെ മനുഷ്യർക്ക് ആർക്കും പറ്റില്ല. എന്നാൽ നിന്റെ കുറവുകളെ മുഴുവൻ നികത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ചില ഫൈനാൻഷ്യലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് പേര് കാണും. മെന്റലി നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താൻ കഴിയുന്നവർ കാണുമായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും ഒത്തിരി കുറവുകളും പോരായ്മകളും കർത്താവേ, ഈ വിഷയത്തിൻ്റെ മറുപടി എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ചിലർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എനിക്കറിയാം, ലോകം മുഴുവൻ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. ഇന്നത്തെ മെസ്സേജ് ലൈവായിട്ട് ലോകം മുഴുവൻ കാണുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സാഹചര്യങ്ങളിലെല്ലാം നീ ലോകത്തിൽ എവിടെയായിരുന്നാലും നീ ഏതു സാഹചര്യത്തിലായിരുന്നാലും നിന്നെ നന്നായി അറിയുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി അത്ഭുത വാതിലുകളെ തുറക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ.